അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ സ്പെസിഫിക്കേഷൻ പറയുന്നത്. 90 മിനിറ്റോളം ഏകദേശം നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. 25 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ ബോക്സിന് പുറത്ത് ഒരു QR കോഡ് നൽകിയിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ക്യാമറയുടെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുകയും ആ ആപ്ലിക്കേഷൻ വഴി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാമറയെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് വൈഫൈ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ക്യാമറയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതായത് സെറ്റിങ്സും വീഡിയോ റെക്കോർഡിങ്ങും ഇതിലുള്ള ഫയലുകൾ നമുക്ക് ഫോണിലേക്ക് കോപ്പി ചെയ്യാനുമൊക്കെ ഈ ഒരു വൈഫൈ സഹായിക്കും. ഇതിൽ 4K റെക്കോർഡിംഗ് ആണ് പറയുന്നതെങ്കിലും ഒരു 3GB ആ ഒരു ക്ലിയർ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇതൊക്കെയാണ് ഇതിൽ നിന്നും റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് വീഡിയോ എടുത്താൽ ഇതിലും ദയനീയമാണ് അവസ്ഥ. ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് തീരെ ക്ലിയർ ഇല്ലാതെയാണ് കാണുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇതിനകത്ത് നിന്ന് എടുത്ത ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി. അപ്പോൾ ഈ ക്യാമറ ഞാൻ റീപ്ലേസ് ചെയ്തു. റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഈ ഒരു ക്യാമറ റീപ്ലേസ് ചെയ്ത് കിട്ടി. ഇതാണ് രണ്ടാമത് റീപ്ലേസ് ചെയ്തിട്ട് കിട്ടിയ ക്യാമറ. ഏകദേശം എല്ലാ കാര്യങ്ങളും സെയിമാണ്. കാണാനുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിനുള്ള ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റിയും ബാറ്ററിയുടെ ബാക്കപ്പും എല്ലാം ഏകദേശം സെയിമാണ്. കുറച്ച് ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 3GB ആ ഒരു ഇതിൽ തന്നെയാണ് തോന്നുന്നതെങ്കിലും കുറച്ചുകൂടി ക്ലിയർ കൂടുതൽ ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് അധികമൊക്കെ ഈ ഒരു ക്യാമറയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. മറ്റേതിലൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ആണെങ്കിൽ ഇതിലൊരു 20-25 മിനിറ്റോളം നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇതിന് ഈ ഒരു ക്യാമറ ഞാൻ രണ്ടാമത് എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടിയപ്പോൾ ഞാൻ ഇത് ഓൺ ചെയ്ത് നോക്കി, ഓണാവുന്ന കൂടിയില്ലായിരുന്നു. ഇപ്പോൾ ചാർജർ കണക്ട് ചെയ്തപ്പോൾ ഇത് ഓണായി. അതിനുശേഷം ഇപ്പോൾ ബാറ്ററിയിൽ ചാർജ് ഉണ്ടെങ്കിൽ ഓണാവുന്നുണ്ട്. അപ്പോൾ ഞാൻ സംശയം തോന്നി ഇതിൻ്റെ ബാറ്ററി ഊരി നോക്കി. ഇതിനകത്ത് ബാറ്ററി എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ഡബ്ബ പോലെയാണ് തോന്നുന്നത്. ഒരു പ്ലാസ്റ്റിക് ഡബ്ബ, സാധാരണ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ നമ്മൾ തട്ടി നോക്കിയാൽ തോന്നില്ലേ ഒരു സൗണ്ട്, ടപ്പ് സൗണ്ട് കേൾക്കില്ലേ? ഏകദേശം അതുപോലെ ഒരു സൗണ്ടാണ് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്നത്. അത്രയും മോശമായ ഒരു പെർഫോമൻസാണ് ഈ ഒരു ക്യാമറയുടെ ബാറ്ററി. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യം അതേ അവസ്ഥയാണ്. മോശമായ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ക്യാമറയും നൽകുന്നത്. അപ്പോൾ എന്തായാലും എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഈ ഒരു ക്യാമറ വാങ്ങിച്ചത്. ഈ ഒരു ക്യാമറ റീപ്ലേസ്മെൻറ്റ് ചെയ്യുക എന്നല്ലാതെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും തരുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ, ഈ ഒരു ക്യാമറ റീപ്ലേസ് ചെയ്ത് നോക്കി ഞാനൊരു തവണ. യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായില്ല, ഗുണവും ഉണ്ടായിട്ടില്ല ഇതിനെക്കൊണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ക്യാമറ നിങ്ങൾ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് മാത്രം വാങ്ങുക. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഒരു ക്യാമറയിൽ നിന്നും രണ്ടാമത് കിട്ടിയ ക്യാമറയിൽ നിന്നും